എപ്പോഴും ഡോർ ലോക്ക് ചെയ്യേണ്ട തന്നെ പോവുക. ഇത് പിന്നെ എത്ര പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന. വെറുതെ ചോറും കറി ഞാൻ ഇവിടെ കൊണ്ട് വെക്കല്ലാണ്ട് അവനൊരു നേരം പോലും കഴിക്കലില്ലല്ലോ. പോയില്ലേ? ഇന്ന് ഞായറാഴ്ചയല്ലേ, മൂപ്പരും കുട്ടികളൊക്കെ അവിടെ ഉണ്ട്. രാവിലത്തെ പണിയൊക്കെ അവര് നോക്കിക്കോളും. അല്ലടാ, ഞാൻ രാവിലെ കൊണ്ടുവച്ച ചായ നീ കുടിച്ചോ? ചായ ഞാൻ പുറത്തുനിന്ന് കുടിച്ചോളാം. ഒരു ദിവസങ്ങളിൽ ഞാൻ കൊണ്ടുവച്ച ഭക്ഷണം എനിക്ക് കഴിച്ചോട്ടടാ. പിന്നെ ഞാൻ എന്താ ഇത്രയും ദൂരം ഭക്ഷണം കെട്ടിപ്പിടിച്ചിങ്ങോട്ട് കൊണ്ടുവരുന്നത്? അല്ല, നീ പുറത്തുനിന്ന് വല്ലതും കഴിക്കുന്നുണ്ടോ? ഇതെന്ത് കോലോ നിന്റെ? ഞാനൊക്കെ കഴിക്കലുണ്ട്. എനിക്ക് പോകാൻ സമയമായില്ലേ? രാവിലെ ഇവിടെ നിന്ന് ഇറങ്ങും, എന്നിട്ട് ഏതെങ്കിലും ബാറിൽ പോയി കള്ളും ചാരയൊക്കെ കുടിച്ച് തോന്നിയ സമയത്ത് വീട്ടിൽ കയറും. വെറുതെ നാട്ടുകാരനെ കൊണ്ട് പറയിപ്പിക്കാൻ. എന്നിട്ട് കുടിയൊന്ന് നിർത്തിക്കൂടാ എനിക്ക്? എനിക്ക് ഇതല്ലാണ്ട് വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? അതെങ്ങനെയാ? ഞാൻ പറയാൻ നീ കേൾക്കില്ലല്ലോ. വർഷങ്ങളായില്ലേ പറയാൻ തുടങ്ങിയിട്ട്. പിന്നെ മേലടുത്ത പറമ്പിലെ തേങ്ങ അടിയൊക്കെ ഇന്നലെ പറിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ തന്നെ ലേലം കൊള്ളാൻ ആള് വന്നു. അത് ഞാനങ്ങ് വിറ്റു. അതിന്റെ ബാക്കിൽ നടക്കാനൊന്നും ആളില്ലാലോ. വെറും 35,000 ഉറുപ്പ്യ കിട്ടിയത്. പണ്ടൊക്കെ 3-4 ലക്ഷം കിട്ടുന്ന സാധനങ്ങളാ. അതിനെങ്ങനെയാ നോക്കി നടത്താൻ ആള് വേണ്ടേ? സമയത്തിന് വെള്ളവും വളമൊക്കെ കൊടുക്കണം, എന്നാലേ അടക്കി തേങ്ങയൊക്കെ കിട്ടൂ. 35,000 കിട്ടിയില്ലേ? അതൊക്കെ മതി. ഒരുപാട് ഉണ്ടാക്കിട്ട് ആർക്ക് വേണ്ടിട്ടാ? പിന്നെ പൈസ ഞാൻ എന്റെ കയ്യിൽ വെച്ചിട്ടുണ്ട്. നിന്റെ ഒരുമിച്ച് തന്നെ ഒരു ദിവസം കൊണ്ട് മുഴുവൻ അങ്ങ് ചെലവാക്കും. അതുകൊണ്ട് എല്ലാ ദിവസവും തരുമ്പോൾ ഞാൻ ടേബിളിന്റെ മേലെ നിനക്ക് ചെലവിന് വേണ്ട പൈസ വെക്കാം. അത് ആന്റി എന്താ നോക്കി ചെയ്താൽ മതി. ഞാൻ വരുന്നു. സുമതിയെ, ഇതാര്? നാരായണേട്ടനോ? അല്ല സുമതിയെ, നീ എന്ത് പണിയാ കാണിച്ചത്? എത്ര നേരം നിന്നെ ഞാൻ നോക്കി നിൽക്കുന്നത്. നിന്റെ ഭർത്താവ് പറഞ്ഞു ഇവിടെ ഉള്ളത്, അതാ ഞാൻ ഇങ്ങോട്ട് വന്നത്. അയ്യോ നാരായണേട്ടാ, എനിക്ക് കണ്ണനെ കൊണ്ട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു. അതാ ഞാൻ ഇങ്ങോട്ട് വന്നത്. നിങ്ങൾ വരും, കയറിയിരിക്കേ. ഒരു നാരായണേട്ടാ ഇരിക്കേ. നീ വരാൻ പറഞ്ഞപ്പോ എനിക്ക് കാര്യം മനസ്സിലായി. എന്റെ മോന് പെണ്ണ് നോക്കാനല്ലേ? അവന് പറ്റിയ 5-6 പെൺകുട്ടികൾ എന്റെ കയ്യിലുണ്ട്. നമുക്ക് അടുത്ത ഞായറാഴ്ച ഒരു പെണ്ണ് കാണാം. എന്റെ മോന്റെ കല്യാണക്കാരിയല്ല ഞാൻ പറഞ്ഞത്. നമ്മുടെ കണ്ണൻ ഒരു പെൺകുട്ടിനെ നോക്കാനാണ് നിങ്ങൾ ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്. കണ്ണനോ? എന്താ സുമതി നീ പറയുന്നത്? 24 മണിക്കൂർ കള്ളും കുടിച്ച് നടക്കുന്നവന് പെണ്ണ് നോക്കാനാ? നീ എന്താണ് പെടുത്താനാണോ? അയ്യോ, അങ്ങനെ പറയല്ലേ നാരായണേട്ടാ. ഒന്നില്ലെങ്കിൽ എന്റെ ആങ്ങളുടെ മോനല്ലേ ഇവൻ. ഇവനെ വെച്ച് 2 വയസ്സിന് കളയതാ എന്റെ മോൻ. ഇവനിരിക്കുമ്പോ ഞാൻ എങ്ങനെ അവന് പെണ്ണ് നോക്കുക? അതും പറഞ്ഞേ, ഈ 24 മണിക്കൂർ വെള്ളം അടിച്ച് നടക്കുന്ന ആര് പെണ്ണ് തരാനാ? ഞാൻ അവിടെ പോയി പെണ്ണ് നോക്കൂ. അതൊക്കെ നിങ്ങൾ വിചാരിച്ച് നടക്കും നാരായണേട്ടാ. ഈ വീട് കൂടാതെ 10-15 ഏക്കർ സ്ഥലം ചെക്കൻ്റെ അച്ഛൻ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വാങ്ങിയിട്ടുണ്ട്. ലക്ഷക്കണക്കിന് പണം ബാങ്കിലുണ്ട്. നിങ്ങൾ അതൊക്കെ വെച്ചിട്ടൊന്ന് പെണ്ണ് നോക്കി കിട്ടും. സംഭവം റെഡിയൊക്കെ തന്നെയാണ്. പക്ഷെ അല്ല സുമതി, ഈ ചെക്കൻ ഫുൾ ടൈം വെള്ളം അടിച്ച് നടക്കുന്ന? ഈ ചെക്കന് വേറെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല നാരായണേട്ടാ. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണ കാര്യല്ലേ. ഇവന്റെ മുൻപിൽ വെച്ചിട്ടല്ലേ ഇവന്റെ അച്ഛനും അമ്മയ്ക്കൊന്ന് ആക്സിഡന്റ് ആയിട്ട് ഇങ്ങനെ ആയത്. അന്ന് കണ്ണനാ കാർ ഓടിച്ചത്. അപ്പൊ അവനായിട്ടാണ് അവന്റെ അച്ഛനും അമ്മയ്ക്ക് ഇങ്ങനെ ആയി എന്ന് പറഞ്ഞിട്ട് അന്ന് മുളച്ചിട്ടുള്ള കുടിയാണ്. എത്ര കൗൺസിലിങ്ങിന് കൊണ്ടുപോയി, ഒരു മാറ്റവും ഇല്ല. ഇപ്പൊ അവന് ഞാൻ മാത്രമല്ലേ ഉള്ളൂ. എനിക്ക് കൈ ഒഴിയാൻ പറ്റുമോ? നിങ്ങൾ എവിടെന്നെങ്കിലും ഒരു പെൺകുട്ടിനെ കൊണ്ടുവരി. ആ കല്യാണം നടത്തി തന്ന നിങ്ങൾക്ക് ഞാൻ ഒരു 5 ലക്ഷം ഉറുപ്പിക തരാം. 5 ലക്ഷമോ? പൈസക്കല്ല, എന്നാൽ നമ്മുടെ നാട്ടിലിങ്ങനെ ചെക്കൻ പറ്റിക്കഴിഞ്ഞാലേ നമ്മളിൽ രക്ഷപ്പെടുത്തുന്നത്. അപ്പൊ അവന് പറ്റിയ ഒരു പെണ്ണ് അങ്ങനെ നോക്കുകയാണെങ്കിലേ
ഒന്നും വേണമെന്നില്ല, കൂടുതൽ കുടുംബക്കാരില്ലാത്തവിടെ നോക്കി, അപ്പോഴാണെങ്കിൽ അന്വേഷണം വരില്ലല്ലോ. എന്നാ അവന് പറ്റിയൊരു പെൺകുട്ടി ഞാൻ കിട്ടുമോ നോക്കട്ടെ. ഇനി അത് കഴിഞ്ഞിട്ടാ ഇനി വേറൊരു കല്യാണം ഈ നാട്ടിലുള്ളൂ. പിന്നെ സുമതി, ഈ 5 ലക്ഷം തരാൻ പറഞ്ഞത് വെറുതെ പറഞ്ഞല്ലോ. അങ്ങനെ വെറും വാക്ക് ഞങ്ങളുടെ തറവാട്ടിൽ ആരും പറയാറില്ല. 5 കൂടുകയല്ലാതെ 1 രൂപ പോലും കുറയില്ല. പിന്നെ പൈസക്ക് പഞ്ഞമില്ല, നിങ്ങൾക്ക് അറിയണതല്ലേ. അതെനിക്കറിയാം, എന്നാലും വേറെ ചോദിച്ചെന്നുള്ളൂ. എന്നാ സുമതി, ഞാൻ എന്നാ പിന്നെ പോയിട്ട് വരാം. നിങ്ങൾ പെണ്ണ് കാണാൻ റെഡിയായി നിന്നോ കേട്ടോ. ആന്റിയോട് ഞാൻ ഒരുപാട് തവണ പറഞ്ഞിട്ടുള്ളല്ലോ, എന്റെ ജീവിതം ഇല്ലാണ്ടായി. എന്തിനൊരു പെൺകുട്ടിയുടെ ജീവിതം കൂടി ഇല്ലാണ്ടാക്കുന്നത്? ഇതും പറഞ്ഞ് എത്ര കാലം ഇങ്ങനെ ഇരിക്കും? എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു എനിക്ക് ആരാ ഉള്ളത്? നിന്റെ അമ്മ പറയാന്ന് വിചാരിച്ചിട്ട് ഒന്ന് കല്യാണത്തിന് സമ്മതിക്കട മോനെ. നീ ആലോചിച്ചിട്ട് മറുപടി പറഞ്ഞാൽ മതി. പിന്നെ നമ്മുടെ വയലോരത്തുള്ള സ്ഥലവും ഇല്ലേ, അങ്ങനെ കാട് പിടിച്ച് കിടക്കണോ? ഞാൻ കുറച്ച് പണിക്കാർ വിട്ടിട്ടുണ്ട് പുള്ളി എത്താൻ വേണ്ടിയിട്ട്. പിന്നെ തെങ്ങിലൊക്കെ കുറച്ച് വളവ് വിടണം. കുറച്ച് ദിവസം പണി ഉണ്ടാവും. നീ ചെക്കിലൊന്ന് ഒപ്പിടും മോനെ, ഒരു കൂലി കൊടുക്കാന്. ആന്റി എത്ര പൈസ എഴുതണ്ട്? അത് പിന്നെ പണിക്കാർ ഇപ്പൊ എത്ര ദിവസം ഉണ്ടാകും? ഒരു കാര്യം ചെയ്, മോനെ ഒപ്പിട്ട് തന്നാൽ മതി. പിന്നെ രാകേഷിനെ കൊണ്ട് എഴുതിയിട്ട് എത്ര പൈസ വേണ്ടെന്ന് എടുപ്പിക്കാം. എന്നാ ശരി മോനെ, ഞാൻ ഉച്ചക്കുള്ള ഭക്ഷണം കൊണ്ടുവരാം. സുമതി, സുമതി, കണ്ണന് പറ്റിയൊരു കുട്ടി എന്റെ കസ്റ്റഡി കിട്ടിയിട്ടുണ്ട്. ആണോ? കുട്ടിന്റെ വീട് എവിടെയാ? എന്റെ ലോകിക്കാരൻ കാണിച്ചതിന് ആലോചന. കുട്ടിന്റെ വീട് കുറച്ച് ദൂരെയാ. എന്തായാലും നന്നായി, നമുക്ക് ദൂരെയാ നല്ലത്. കൂടുതൽ അന്വേഷണം ഉണ്ടാവില്ലല്ലോ. അതൊന്നും പേടിക്കണ്ട, വലിയ അന്വേഷണം ഉണ്ടായില്ല. കുട്ടിന്റെ അമ്മ ചെറുപ്പത്തിലേ മരിച്ചതാ. അന്നേരത്തിന് മൂപ്പര് വേറെ പെണ്ണും കെട്ടി. ആ പെണ്ണുങ്ങൾക്കാണെങ്കിൽ കുട്ടീന്റെ കണ്ണെടുത്ത കണ്ടൂടാ. അവർക്ക് വേറെ 2 മക്കളുണ്ടായിരുന്നു. അപ്പൊ നമ്മളൊരു ആലോചന ചെന്നാ എന്തായാലും ആ പെണ്ണ് അവരെ തലയെ വെച്ച് കെട്ടിത്തരും. പിന്നെ വേറെ അന്വേഷണം അവിടെ ഉണ്ടായില്ല. അത് മതി നാരായണേട്ടാ, അങ്ങനത്തെ ഒരു കുട്ടിനെയാണ് ഇവനും വേണ്ടത്. നിങ്ങളുടെ ഉറപ്പിന് വേണ്ടി ഞാൻ കാത്തിരുന്നതാ. അങ്ങനെയാണെങ്കിൽ ഞാൻ നാളെ തന്നെ അന്വേഷിക്കാം. നിങ്ങൾ ധൈര്യമായിട്ട് അന്വേഷിച്ചോളി, ഇത് മതി. എന്നാ ശരി സുമതി, ഇനി എത്രയും പെട്ടെന്ന് ഞാൻ റെഡിയാക്കി തരും. എന്നാ ശരി, എത്തേ.